ഹലോ ഗെയ്സ്, നമ്മളെ ഒരു 4 നല്ല മാതോളി, നല്ല മധുരമുള്ള മാതോളി നാരങ്ങൻ്റെ കൊമ്പുകൾക്ക് എയർലൈറിങ് ചെയ്ത്. പക്ഷെ കുറച്ച് വെട്ടാൻ വൈകിപ്പോയി, മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുവരെ വെയിലായിരുന്നു. അപ്പോൾ ഇപ്പം നല്ലൊരു മഴ നമ്മളീ ഭാഗത്ത് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ. അപ്പം ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഡേറ്റിൽ അപ്പോൾ വേരൊക്കെ വന്നിട്ട് റൂട്ടീൻസ് വന്ന് നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, നേരെ ഗ്രോ ബാഗിലേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്കത് ഗ്രോ ബാഗിലാക്കി വെക്കണം. ഗ്രോ ബാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കട്ട് ചെയ്തെടുത്തിപ്പോൾ അപ്പോൾ നേരെ വീഡിയോ കീശയിലേക്ക് ആക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇതുപോലെയൊക്കെയുള്ള ഹെയർ ലെയറിങ്ങൊക്കെ ചെയ്ത് വിജയിപ്പിക്കുക, പരീക്ഷിച്ച് നോക്കുക. നല്ല ചെറിയ തെയ്യായിട്ട് മാറ്റിയെടുക്കാം. നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താകുമ്പോൾ കൂടുതൽ വിളവ് കിട്ടും. ഏറ്റവും വലിയ ഗ്രോബാഗ് നമ്മൾ കണ്ട് കിട്ടാം. ഇതുപോലൊക്കെ ഗ്രോബാഗ് വേണം. അതിന് അത്യാവശ്യം മണ്ണ് നിൽക്കാൻ പറ്റും. നല്ല വളക്കൂറുള്ള മണ്ണെടുക്കുക. പണിക്കുള്ളിൽ കുറച്ച് താത്തി വെക്കണം. ട്ടോ മഴ വന്നാ
അപ്പോൾ ഗൈസ് ഇവിടെയാണ് ഇപ്പോൾ നമ്മളെ മാതോളി ഉള്ളത് കേട്ടോ. മാതോളി അവിടെ അടിയിലൊക്കെ ഇതാ ഉണ്ടല്ലേ, മാതോളി അവിടെയൊക്കെ ഉണ്ട്, ആ തലക്കലൊക്കെ ഉണ്ട്, മുകളിലൊക്കെ എല്ലാം കാണുന്നുണ്ട്. വല്ലാതെ വെയിലെത്താത്തൊരു സ്ഥലമാണ്, വെയിൽ സൂര്യപ്രകാശം കുറവുള്ള സ്ഥലം, എന്നാലുണ്ട് നല്ല വലിപ്പമുള്ള ലൈറ്റ്, നല്ല മധുരമുള്ള ലൈറ്റ്. അപ്പോൾ അത് നേരെ അതിൻ്റെ ചോട്ടന്നെ കൊടുത്തിട്ട് ഇതുപോലെ തണലത്ത്, നല്ല തണലത്ത് വെക്കുക. തണലത്ത് വെച്ച് നനച്ചു കൊടുത്താൽ ഏകദേശം പെട്ടെന്ന് പൊടിച്ച് നല്ല ഉഷാറായിട്ട് വരും. അപ്പോൾ നമുക്ക് വേറെ നല്ല സ്പോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് നമ്മൾ മുന്നേ 2 ചാമ്പക്കൻ്റെ നല്ല ഇനം ചാമ്പക്ക വേര് പിടിപ്പിച്ചായിരുന്നു. ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് അയക്കണം. അപ്പോൾ അത് ഇതായി തളിർത്ത്, പുതിയ തളിരൊന്ന് അല്ല, പക്ഷേ അത് എടുത്ത് വെച്ചില്ല, നനക്കൽ വളരെ കുറവായിരുന്നു. ഇതിൻ്റെ ഒപ്പം ചെയ്ത് നമ്മളെ വീട്ടിൽ ഇതിലാറ് ഉഷാറായിട്ട് നല്ല ഗ്രോത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇവർ നനക്കാതായിട്ടല്ല, ഇതിപ്പോൾ മുഴുവൻ ചെയ്യുന്ന പണി ഇതിൽ നനച്ചിട്ടില്ല, ചെയ്തു വെച്ചെന്നുള്ളൂ. നനൻ്റെ കുറവുകൊണ്ട് അപ്പോൾ ഞാൻ പുറത്തേക്ക് കുറേ മുന്നേ പുറത്തേക്ക് എടുത്തൊക്കെ ഉണ്ടായിരുന്നു. അത് തണലത്ത് ഇരുന്നിട്ട് തന്നെ കേടുന്നു. ഇനി സൂര്യപ്രകാശം തട്ടിക്കൊണ്ട് ഇനി പൊടിച്ചു വരും. അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഓക്കെ, വീഡിയോ കാണുന്ന എല്ലാവരും മുഹമ്മദ് സോമനമാട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് അടിച്ച് പ്രോത്സാഹനം നൽകുക. മറ്റുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.